കേരളത്തിന് പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിന് അഭിമാനമാകാൻ വക നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ കരുത്തു കൂട്ടാൻ പുതിയൊരു പോരാളി കൂടി എത്തിയിരിക്കുകയാണ്. പേര് INS മാഹി. വെറുമൊരു കപ്പലല്ല ഇത്. ആഴക്കടലിൽ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളുടെ അന്തർവാഹിനികളെ തിരഞ്ഞുപിടിച്ച് തകർക്കാൻ കെൽപ്പുള്ള ഒരു സൈലൻസ് ഹണ്ടറാണിവൻ. എന്തൊക്കെയാണ് INS മാഹിയുടെ പ്രത്യേകതകൾ? ഇത് നമുക്ക് പ്രതിരോധ മേഖലയ്ക്കും സാമ്പത്തിക മേഖലയ്ക്കും നൽകുന്ന കരുത്ത് എന്താണ്? വിശദമായി നോക്കാം. മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ വെച്ച് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ് INS മാഹിയെ നാവികസേനയ്ക്ക് സമർപ്പിച്ചത്. ഇതൊരു ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ്. പേര് കേട്ട് ഞെട്ടണ്ട. ലളിതമായി പറഞ്ഞാൽ ആഴം കുറഞ്ഞ കടലിൽ പോലും ഒളിച്ചിരിക്കുന്ന ശത്രുക്കളുടെ അന്തർവാഹിനികളെ കണ്ടെത്താനും തകർക്കാനും ഇതിന് സാധിക്കും. സാധാരണ വലിയ യുദ്ധക്കപ്പലുകൾക്ക് തീരത്തോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗങ്ങളിൽ പ്രവർത്തിക്കാൻ പരിമിതികളുണ്ട്. ആ വിടവ് നികത്താനാണ് INS മാഹി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ തീരദേശത്തിന്റെ കാവൽക്കാരൻ എന്നോ സൈലന്റ് ഹണ്ടർ എന്നോ ഒക്കെ വിളിക്കാം. പക്ഷേ മണി ന്യൂസ് മലയാളം പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കപ്പലിന്റെ നിർമ്മാണം പൂർണ്ണമായും നടന്നിരിക്കുന്നത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നോ, ഈ കപ്പലിന്റെ 80% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അതായത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയും ഉപകരണങ്ങളും ഭൂരിഭാഗവും മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാണ്. പണ്ട് യുദ്ധക്കപ്പലുകൾക്കായി വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ സ്വന്തമായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച് അത് ഫീൽഡ് ചെയ്യുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. കരസേനാ മേധാവി പറഞ്ഞതുപോലെ ഇതൊരു ബിൽഡേഴ്സ് നേവിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണം നമ്മുടെ നാട്ടിൽ തന്നെ ചിലവാകുന്നു. നമ്മുടെ വ്യവസായങ്ങൾ വളരുന്നു. ഇന്ത്യയുടെ സമുദ്രാതിർത്തി സംരക്ഷിക്കുന്നതിൽ INS മാഹി വലിയൊരു മുതൽക്കൂട്ടാകും. ശത്രു രാജ്യങ്ങളുടെ മുങ്ങിക്കപ്പലുകൾ നമ്മുടെ തീരത്ത് അടുക്കാതെ നോക്കുക, കോസ്റ്റ് പെട്രോളിംഗ് നടത്തുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ദൗത്യങ്ങൾ. വേഗതയും കൃത്യതയും ഒപ്പം അത്യാധുനിക സോണാർ സംവിധാനങ്ങളും ഇതിലുണ്ട്. ചുരുക്കത്തിൽ കൊച്ചിയിൽ നിന്ന് പണി കഴിപ്പിച്ച ഈ കപ്പൽ മുംബൈ തീരത്ത് ഇനി ഇന്ത്യയുടെ കാവലാളാകും. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഓഹരി ഉടമകൾക്കും ഭാരതീയർക്കും ഒരുപോലെ സന്തോഷിക്കാവുന്ന വാർത്തയാണിത്. പ്രതിരോധ മേഖലയിലെ ഇത്തരം മുന്നേറ്റങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യുക. ബിസിനസ് ഡിഫൻസ് വാർത്തകൾ ലളിതമായി അറിയാൻ മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.